ന്യൂസിലേക്ക് സ്വാഗതം. ബിസിനസ് ന്യൂസ്. ക്നാനായ മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് ശാഖ കരിങ്കുന്നത്ത് പുതിയ മന്ദിര ഉദ്ഘാടനം. ചെയർമാൻ പ്രൊഫസർ ജോയ് മുപ്രാപ്പള്ളിയിൽ നേതൃത്വം നൽകുന്ന ഈ സൊസൈറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർ ബെന്നി പോൾ, മറ്റു ഡയറക്ടേഴ്സ്, ബോർഡ് മെമ്പർ അംഗങ്ങൾ ഏറ്റവും സുതാര്യതയും സത്യസന്ധതയുമായ രീതിയിൽ കൃത്യനിഷ്ഠതയും കസ്റ്റമേഴ്സിൻ്റെ സമയത്തിന് വില കൽപ്പിച്ചുകൊണ്ടുള്ള മാനേജിംഗ് ഡയറക്ടേഴ്സ് സ്റ്റാഫംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഈ സൊസൈറ്റിയുടെ വിജയപാതയിൽ ഇന്ന് കരിങ്കുന്നത്ത് ഉറുമ്പിൽ ബിൽഡിങ്ങിൽ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം തൊടുപുഴയുടെ MLA ബഹുമാന്യനായ PJ ജോസഫ് സാർ നിർവഹിച്ചു. സ്വകാര്യ ധനകാര്യ സ്ഥാപനം സുതാര്യവും ജനങ്ങൾക്ക് കൂടുതൽ കാർഷിക രംഗത്തും വാണിജ്യ രീതികളിലും തങ്ങളുടെ സമ്പാദ്യങ്ങൾക്ക് പൂർണ്ണമായ വിശ്വസ്തതയും ലാഭവിഹിതവും കിട്ടുന്നതിനു വേണ്ടി ക്നാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും സ്വർഗീയനായ ഉമ്മൻചാണ്ടി ഭദ്രദീപം കൊളുത്തി ജനങ്ങൾക്ക് സമർപ്പിച്ച ഈ സഹകരണ പ്രസ്ഥാനം വിവിധ ശാഖകളായിട്ട് കോടാനിക്കോടി രൂപയുടെ നിക്ഷേപ മൂല്യവും അന്തർ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ വളരെ വിജയകരമായി മുന്നോട്ട് പോകുമ്പോൾ കരിങ്കുന്നത്ത് ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ച ഈ സ്ഥാപനം സഹകരണ സൊസൈറ്റിയുടെ രംഗത്ത് വിവിധ സേവനങ്ങളാണ് ലഭ്യമാക്കുന്നത്. സ്വാഗതം. 2012 ഫിലിപ്പ് PDG BCM കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനായ ഉമ്മൻചാണ്ടി സാർ ദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്യുകയും മകനീയ സാന്നിധ്യത്തിൽ ബെഞ്ചിരിച്ച് ഈ സ്ഥാപനത്തെ അനുഗ്രഹിച്ച കോട്ടയം അതിരൂപയുടെ മെത്രാപ്പോലിത്ത മൂലക്കാട്ട് പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി തുടങ്ങിയ ഈ സ്ഥാപനം ഏതാണ്ട് 65ഓളം സ്റ്റാഫുകളും 200 കോടി രൂപ ടേൺ ഓവറും 118 കോടി രൂപ ഡെപ്പോസിറ്റും 11 കോടി രൂപയുടെ ഷെയറും 4000ഓളം അംഗങ്ങളുമുള്ള നല്ല ഒരു ബാങ്കായി ഇന്ന് വളർന്ന് സമൂഹത്തിൻ്റെയും ഇതിലെ പാവപ്പെട്ടവൻ്റെയും ഈ ബാങ്കിലെ അംഗങ്ങളുടെയും നന്മയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാഞ്ച് 2014 ഇന്നേക്ക് 10 വർഷങ്ങൾക്ക് മുമ്പ് കരിങ്കുന്നത്ത് ആരംഭിക്കുകയുണ്ടായി. അന്നത്തെ സാഹചര്യത്തിൽ നമ്മൾക്കിവിടെ കിട്ടിയ സൗകര്യമനുസരിച്ച് ടൗണിൽ ഒരു 1ാം നിലയുടെ മുകളിൽ ഒരു ഇടുങ്ങിയ മുറിയായിരുന്നു അന്ന് നമ്മൾക്ക് ലഭിച്ചിരുന്നത്. അങ്ങനെ കരിങ്കുന്നത്തെ നല്ലവരായ മനുഷ്യർ, തൊടുപുഴയിലെ നമ്മുടെ നല്ലവരായ മനുഷ്യർ അതിനെ സ്വീകരിക്കുകയും ഇന്ന് ബാങ്ക് വളർന്ന് വലുതാകുകയും ചെയ്ത സാഹചര്യത്തിൽ അവിടെ സൗകര്യം പോരാ എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ പുതിയ സ്ഥലം അന്വേഷിക്കുകയും അങ്ങനെ നമ്മളുടെ തന്നെ ഒരു കുടുംബക്കാരൻ്റെ ഈ ബിൽഡിങ്ങിലേക്ക് ഇന്ന് ഈ ബാങ്ക് മാറ്റപ്പെടുകയും ചെയ്യുകയാണ്. തിരുവുള്ളം ഉന്മയെഴുന്നൽകവേണം കാരേണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ആലാപനായേതുമൻപൻ മിശിഹായും കൂടെ തുണയ്ക്കായിവർക്ക്. മാനേജിംഗ് ഡയറക്ടേഴ്സ്, മുഖ്യാതിഥികൾ. ഭദ്രദീപ ചടങ്ങിന് ശേഷം യോഗത്തിന് സ്വാഗതം പറഞ്ഞത് തോമസ് ഫിലിപ്പ് പീടികയിൽ, അധ്യക്ഷ പദവി പ്രൊഫസർ KJ ജോയ് മുപ്രാപ്പള്ളിയിൽ, ചെയർമാൻ KMCS ലിമിറ്റഡ്, ഉദ്ഘാടനം ബഹുമാന്യനായ PJ ജോസഫ് MLA, മുഖ്യപ്രഭാഷണം KK തോമസ്, ഡയറക്ടർ KMCS ലിമിറ്റഡ്, അനുഗ്രഹ പ്രഭാഷണം റവറൽ ഫാദർ ജെയിംസ് വടക്കേ കണ്ടങ്കരി, വികാരി സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് കരിങ്കുന്നം, നിക്ഷേപ സ്വീകരണം ജിൽമോൻ ജോൺ, ഓഗിരി പത്രവിതരണം ബേബി. ചടങ്ങിൻ്റെ ഉദ്ഘാടനം ജോസഫ് സാർ വളരെ പെട്ടെന്ന് ധാരാളം ഷെയർ എടുത്ത്
ആൾ ചേരുകയുണ്ടായി. ഇന്നിപ്പോൾ 100 കോടിയുടെ ഡെപ്പോസിറ്റ് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് വിശ്വാസമുള്ളൊരു ബാങ്കാണ് എന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കരിങ്കുന്നത്ത് സൗകര്യപ്രദമായൊരു സ്ഥലത്തേക്ക് ഈ ബ്രാഞ്ച് മാറുന്ന ഈ അവസരത്തിൽ എല്ലാ ഭാഗങ്ങളും നേരുന്നു. മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി അതിന് സഹകരണ സ്ഥാപനങ്ങൾക്ക് വലിയ മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളതിലേക്ക് വന്നത്. മേഖലയിലെ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയിൽ ആദ്യമായിട്ട് നമ്മൾ അവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങി. ബ്രാഞ്ചാണ് ഈ സഹകരണ ബാങ്ക് കാർഷിക മേഖലയിലേക്ക് കൂടി ഇറങ്ങിച്ചെല്ലുവാൻ വേണ്ടി നമ്മൾ ഇടുക്കിയിൽ അണക്കരയിൽ തുടങ്ങിയ ഏല കർഷകരെ സഹായിക്കാൻ പ്രത്യേകിച്ച് ഈ വർഷം നമ്മൾ ഒരു ബ്രാഞ്ച് ഇടുക്കി ജില്ലയിൽ തുടങ്ങി. അണക്കരയിൽ ഒരു ഷെഡ്യൂൾഡ് ബാങ്കായി മാറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുൻപോട്ട് പോവുക. അതൊന്നും ആളുകൾക്കൊരു വിഷയമല്ല. അതുപോലെ ഷെയറുകൾ ഇപ്പം നമുക്കുണ്ട്. ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ് നിങ്ങൾ 13 കോടി രൂപയുടെ തന്നെ ഷെയർ ക്യാപിറ്റലുണ്ട്. ഈ വർഷം നമ്മൾ 100 കോടി മുകളിലേക്ക് ഡിപ്പോസിറ്റ് കടന്നു കഴിഞ്ഞു. അതുപോലെ 200 കോടിയുടെ ഏതാണ്ട് ടേൺ ഓവറായി തുടങ്ങണം. അങ്ങനെ ആലോചിച്ചാണ് മൾട്ടി സ്റ്റേറ്റ്, ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ അംഗങ്ങളുള്ള ഈ ബാങ്ക് അന്ന് ആരംഭിക്കാൻ സാധിക്കും. ഞങ്ങൾ ബോംബെയിൽ പോയി മഹാരാഷ്ട്രയിൽ നിന്നും കുറേ അംഗങ്ങളെ ചേർത്തു. പ്രവർത്തനങ്ങളിലൂടെയാണ് അത് നേട്ടം വരിക്കുന്നതെങ്കിൽ 10 വർഷം കൊണ്ട് പ്രതീക്ഷിക്കാത്തതിനേക്കാൾ കൂടുതൽ വലിയ ഒരു നേട്ടം ഈ ബാങ്കിന് ഉണ്ടായിരിക്കുകയാണ്. പ്രഭാഷണം റവറൻഡ് ഫാദർ ജെയിംസ് വടക്കേക്കണ്ടങ്കരി ശേഷം ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സൊസൈറ്റിയുടെ ആദ്യ നിക്ഷേപ സമാഹരണമാണ്. നിക്ഷേപ സ്വീകരണം ഏറ്റുവാങ്ങിയത് ജിൽമോൻ ജോൺ. അപ്പോൾ തന്നെ വേദിയിൽ ഓഹരി പത്രവിതരണവും നടന്നു. ശേഷം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ, വ്യാപാരി വ്യവസായി രംഗത്തെ പ്രമുഖർ, കരിങ്കുന്നം NSS കരയോഗത്തിൻ്റെ പ്രസിഡന്റ്, കരിങ്കുന്നം SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് എന്നീ മഹനീയ വ്യക്തികൾ ആശംസകൾക്ക് ശേഷം കൃതജ്ഞത രേഖപ്പെടുത്തിയത് ശ്രീ ബെന്നി പോൾ, മാനേജിംഗ് ഡയറക്ടർ, നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ലക്ഷ്യമിട്ടുകൊണ്ട് കോർ ബാങ്കിംഗ് സൊല്യൂഷൻ നടപ്പിലാക്കിയ ഒരു സഹകരണ ബാങ്കാണ് കനാനായ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സേവനങ്ങൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. തൊടുപുഴ ബ്രാഞ്ചിലെ കസ്റ്റമേഴ്സിന് അണക്കര പോയാലും മലബാറിൽ പോയാലും അല്ലെങ്കിൽ മാലക്കല്ലിലോ വയനാട്ടിലോ എവിടെ പോയാലും ഞങ്ങളുടെ സേവനം ലഭ്യമാകും. അതുകൊണ്ടാണ് ഞങ്ങൾ കോർ ബാങ്കിങ് സൊല്യൂഷനിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാറിയത്. അനുഗ്രഹിക്കട്ടെ കേട്ടോ. ബ്രാഞ്ചുകളിൽ കമ്പയർ ചെയ്യുമ്പോൾ കരിങ്കുന്നമായിരിക്കണം നമ്പർ 1. അതിന് എല്ലാവരും കൂടെ കൂട്ടായി പ്രവർത്തിക്കും. ബിസിനസ് ന്യൂസ് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് KK വിജയൻ, തൊടുപുഴ.